നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 13ാം സമ്മേളനത്തിൻ്റെ 5ാം ദിവസമായ ഇന്ന് ദീർഘമായ ചർച്ചകളാണ് സഭയിൽ നടന്നത്. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 5 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. വയനാട് പാക്കേജിന് ലഭിച്ച തുക, എക്സൈസ് വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ, പോലീസ് സ്റ്റേഷനുകൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം, വാഹനാപകടങ്ങൾ തടയാൻ നടപടി എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലും മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കിഫ്കോണിനെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് എംപ്ലോയർ പ്രതിനിധിയായി നിയമിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കരാറുകാരായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിപ്പാർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ 1ാം ഘട്ട ലിസ്റ്റിലും വാസയോഗ്യമല്ലാതായി തീർന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളെ 2ാം ഘട്ട ലിസ്റ്റിലും ഉൾപ്പെടുത്തി ഒരുമിച്ച് പുനരധിവാസം നടപ്പാക്കും. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വേട്ട കർശനമാക്കുന്നതിന് നടപടികൾ കൈക്കൊണ്ടുവരുന്നതായി എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിന് വേണ്ടി മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. ചെക്ക് പോസ്റ്റുകളിൽ കർശന നിരീക്ഷണവും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ വലിയ രൂപത്തിലുള്ള പ്രതിരോധം തീർക്കുന്നതിനാവശ്യമായ ചെക്കിംഗ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോധവൽക്കരണ ക്യാമ്പ് നടത്തുന്നുണ്ട്. അതിൽ സാമൂഹ്യനീതി വകുപ്പുമായി യോജിച്ച് ചേർന്ന ചില പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് ഇത്തരം ലഹരി എത്തിക്കുന്ന കൂട്ടരെ പിടികൂടാൻ ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. സൈബർ തട്ടിപ്പുകൾ തടയാൻ കേരള പോലീസ് വിവിധ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പ് തടയുന്നതിന് കേരള പോലീസ് ആവിഷ്കരിച്ച സൈബർ വാൾ പദ്ധതി പ്രാരംഭഘട്ടത്തിലാണെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. തട്ടിപ്പുകാർ വിവിധ തരത്തിലാണ് തട്ടിപ്പുകൾ അരങ്ങേറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ഒന്ന് തട്ടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന മട്ടിലാണ് നമ്മുടെ ആളുകളുടെ ഈ നില. നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും തട്ടിപ്പുകളുടെ എണ്ണം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ കോളുകൾ, ആപ്പുകൾ, വെബ് ലിങ്കുകൾ, വാട്സാപ്പ് ഹാൻഡിലുകൾ, ഇമെയിൽ, മൊബൈൽ സന്ദേശങ്ങൾ, വിവിധ ഏജൻസികൾ, ഈ തരത്തിലാണ് തട്ടിപ്പുകൾ നടക്കുന്നത്. പലതരത്തിലാണ്. ഇത് വ്യാജമാണോ ഒറിജിനലാണോ എന്ന് വളരെ വേഗം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ കഴിയും വിധം പോലീസ് ആവിഷ്കരിച്ച ഒരു പ്രത്യേക പദ്ധതിയുണ്ട്. അതാണ് സൈബർ വാൾ പദ്ധതി. അത് പ്രാരംഭഘട്ടത്തിലേ ആയിട്ടുള്ളൂ. കാട്ടാനകളുടെ ആക്രമണം സംബന്ധിച്ച വിഷയം നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷത്തു നിന്നും ശ്രീ മാത്യു കുഴൽനാടനും മറ്റ് 5 പേരുമാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. വന്യജീവി ആക്രമണത്തിൽ മലയോര മേഖലയിലെ ജനങ്ങളോട് സർക്കാരിനുള്ളത് സത്യസന്ധതയില്ലാത്ത സമീപനമാണെന്ന് ശ്രീ മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ഈ സർക്കാരിന് ഒരു അധികാരവുമില്ല, ഒരു പവറുമില്ല എന്ന് പറയരുത്. നിങ്ങൾ ചെയ്യാൻ തയ്യാറല്ല. എന്നെ വേദനിപ്പിക്കുന്ന കാര്യം നമ്മൾ ആരും കാണാതെ, ആരും ശ്രദ്ധിക്കാതെ നിശബ്ദമായ ഒരു കുടിയിറക്കം ഇന്ന് ഈ മലയോര മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുന്നു എന്ന കണക്ക് ശാസ്ത്രീയമല്ല എന്നും വന്യജീവി ആക്രമണത്തിൽ ഉണ്ടാകുന്ന മരണനിരക്കിൽ കുറവുണ്ടായി എന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മറുപടിയായി പറഞ്ഞു. വന്യജീവി ആക്രമണത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സമഗ്രമായ സമീപനമാണ് വനം വകുപ്പ് സ്വീകരിച്ചു വരുന്നത് എന്നും അദ്ദേഹം അറിയിച്ചു. നമുക്ക് സമഗ്രമായ ഒരു വന്യജീവി സംരക്ഷണ നിയമത്തിലെ മാറ്റങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ആ മാറ്റങ്ങൾ നമുക്ക് വരുത്തണം. കർഷക സമൂഹത്തെ സഹായിക്കണം. അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതാത് സമയത്ത് പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കാനുള്ള നടപടികളാണ് ഞങ്ങൾ സ്വീകരിക്കുക. മലയോര മേഖലയെയും സർക്കാരിനെയും തമ്മിലടിപ്പിച്ച് മുതലെടുക്കാൻ കഴിയും എന്ന ശ്രമത്തിൻ്റെ ഭാഗമായി പോയി ദൗർഭാഗ്യവശാൽ അങ്ങയുടെ അവതരണം അതങ്ങനെ വേണ്ടായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രമേയത്തിന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് അവതരണാനുമതി നിഷേധിച്ചു.
ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. 2019-20 മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളുടെ എണ്ണം 6341. പിന്നെ അത് 7000-ലധികമായി, 8000-ലധികമായി. ഈ 23-24 അത് വർദ്ധിച്ച് 9838 ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനോട് ലാഘവത്വത്തോടു കൂടിയ മറുപടി, ഗൗരവമില്ലാത്ത മറുപടി, ഒന്നും ചെയ്യില്ല എന്നുള്ള തീരുമാനം, അതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു. പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് അതാത് വകുപ്പ് മന്ത്രിമാർ മറുപടി നൽകി. സംസ്ഥാനത്ത് വന്യജീവി സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടതിൻ്റെയും സംസ്ഥാനങ്ങൾക്ക് നിയമ ഭേദഗതിക്കുള്ള സാഹചര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് ശ്രീ ലിൻഡോ ജോസഫ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും മലപ്പുറം ജില്ലയിൽ തിരൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് പുതിയ മെട്രോ ലൈൻ നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ശ്രീ കുറുക്കോളി മൊയ്തീൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടി പറഞ്ഞു. പാർലമെന്റിൽ ഈ വിഷയം ഭേദഗതി ചെയ്യാൻ ആവശ്യമായ നീക്കങ്ങൾ നടത്തണം. വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യാൻ ആവശ്യമായ ഇടപെടൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്നുണ്ടോ എന്നും നമുക്ക് സംസ്ഥാനത്തിന് കൂടുതൽ അവകാശങ്ങൾ നൽകുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നുമാണ് മന്ത്രിയോട് സൂചിപ്പിക്കാനുള്ളത്. ഇത് വളരെ ഗൗരവത്തിലാണ് സർക്കാർ കാണുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള നിയമസഭ ഒരു പ്രമേയം ഐക്യകണ്ഠേന പാസ്സാക്കിയത്. കാലോചിതമായ ഭേദഗതി കേന്ദ്ര നിയമത്തിലുണ്ടാകണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. തിരൂരിനെയും ആ നിലമ്പൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മലപ്പുറം ജില്ലയിൽ അതുവഴി മെട്രോ മാതൃകയിൽ ഒരു റെയിൽവേ ലൈൻ പണിയുകയാണ് എങ്കിൽ യാത്ര ദൂരം കുറയും, ചെലവ് കുറയും, സമയം ലാഭിക്കാൻ കഴിയും. അടുത്ത ദശാബ്ദമൊന്നും ഈ ഗവൺമെൻറ് ആയാലും ഇനി ഏതെങ്കിലും കാലത്ത് മാറി ഗവൺമെൻറ് വരുന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് ആയാലും വരാൻ സാധ്യതയില്ലാത്ത ഒരു മെട്രോ ലൈനിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു സർക്കാരിൻ്റെയും ആലോചനയിൽ ഇല്ലാത്ത വിഷയമാണിത്. 11 സബ്മിഷനുകൾ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ചർച്ച സഭയിൽ ഇന്ന് പൂർത്തിയായി. 11 അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയും വിവിധ മന്ത്രിമാരും മറുപടി പറഞ്ഞു. കഴിഞ്ഞ 8 വർഷക്കാലം എടുത്താൽ 4,27,736 വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. 1,11,306 വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. UDFിൻ്റെ കാലത്ത് പാർപ്പിടങ്ങൾ ഒരുക്കാൻ പ്രത്യേക പദ്ധതി ഉണ്ടായില്ലെങ്കിൽ LDF ലൈഫ് മിഷൻ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇത് പൂർത്തീകരിക്കാൻ ശ്രമിച്ചത്. വിവിധ സ്ഥലങ്ങളിലായി 1184 ഫ്ലാറ്റുകളുടെയും 1240 വീടുകളുടെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയം സഭ പാസാക്കി. ശ്രീ TP രാമകൃഷ്ണൻ അവതരിപ്പിച്ച നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തെ അംഗീകരിക്കാമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി വൈകുന്നേരത്തോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ മുതൽ ഫെബ്രുവരി 6 വരെ സഭ ചേരുന്നതല്ല. ഫെബ്രുവരി 7 സഭ വീണ്ടും ചേരും. അന്നേ ദിവസം ധനകാര്യമന്ത്രി KN ബാലഗോപാൽ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കും. സഭ ഇപ്പോൾ പിരിയുന്നതും 2025 ഫെബ്രുവരി 7 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.